നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ലോക്കറിന്റെ ചാവി പാർവതിയുടെ കയ്യിലായിരിക്കും. പക്ഷെ അത് അവൾ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോ അവളത് ഗാർഗി ഏൽപ്പിച്ചിട്ടുണ്ടാവും. പാർവതി ബുദ്ധിരാക്ഷസിയല്ലേ? താക്കോല് ഞാൻ കണ്ടുപിടിക്കാതിരിക്കാൻ അവൾ അങ്ങനെയൊക്കെ ചെയ്യും. ഡാ, നീ ഏതായാലും താക്കോല് ഗാർഗിയുടെ കയ്യിലുണ്ടോന്നൊന്ന് അന്വേഷിക്ക. ഉണ്ടെങ്കിൽ ഗാർഗിയെ സോപ്പിട്ട് ആ താക്കോല് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം. ശരിയമ്മേ, ഞാനൊന്ന് നോക്കട്ടെ. എത്ര നേരമായി തുടയ്ക്കുന്നു, എന്നിട്ടൊന്നും മായുന്നില്ലല്ലോ. നാശം, അവക്ക് വന്ന് വീഴാൻ കൊണ്ടൊരു സമയം. അസത്ത്. സാർ എന്തിനാ ചിരിക്കുന്നേ? അതെ, ഞാൻ തന്റെ ഈ ദേഷ്യം കണ്ടിട്ട് ചിരിച്ചത്. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? എടോ, താൻ എന്തിനാടോ ആ പാവം കുട്ടിയോട് രോഷം കാണിക്കുന്നത്? എങ്ങനെ എങ്ങനെ? പാവം കുട്ടിയോ? ആ, പിന്നല്ലാതെ, വെറും പാവം. അതിന് വല്ല പരുക്കം പറ്റിയിട്ടുണ്ടോ ആവോ? അയ്യോ, കഷ്ടം. അവളുടെ കാര്യത്തിൽ എന്താ ഒരു താല്പര്യം. ഇനി അവളെ കുറിച്ച് ഇവിടെ മിണ്ടിപ്പോരുത്. അല്ലടോ, താൻ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവും മാത്രം അവൾ എന്താ ചെയ്തേ? മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അറിയാതെ സംഭവിച്ചു പോയതല്ലേ? അറിയാതെയോ? സാർ എന്തായി പറയുന്നേ? ഇത്രയും പൊക്കവും തടിയൊക്കെ ഉള്ള ഒരാൾ വരുമ്പോ അങ്ങനെ അവള് കാണില്ലേ? അത് കാണാതിരിക്കാൻ മാത്രം അവക്ക് കണ്ണുണ്ടായിരുന്നില്ലേ? അതെ, അവള് മനഃപൂർവ്വം തന്നെയാ സാറിന്റെ ദേഹത്ത് മുട്ടിയത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അനിയന് കഴിവില്ലാത്തോണ്ടാ അവളെ കൂട്ടിക്കൊണ്ട് നടക്കുന്നത്. എടോ, താൻ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവള് താൻ കരുതുന്ന പോലെ അത്ര ഭീകര സ്വരൂപിണിയൊന്നും അല്ല. തുളസിയുടെ നൈർമല്യമുള്ള മനസ്സാ അവളുടേത്. അറിയോ, ഒരു ശുദ്ധ പാവം. എനിക്കെല്ലാം അറിയാടോ. അവള് ആള് ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെന്തിനാ അവള് പാവാണെന്ന് പറഞ്ഞത്? അത് വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.